ഹലോ ഫ്രണ്ട്സ്, ക്ലാസ് 7 ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പുതിയ യൂണിഫോമും പുതിയ ബുക്സൊക്കെ ആയിട്ട് ക്ലാസ് 8ലേക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. പലരും വിചാരിച്ചിരിക്കുന്നത് ക്ലാസ് 7 പോലെ തന്നെ മറ്റൊരു ക്ലാസ് ആണ് ക്ലാസ് 8 എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ് ആണെന്ന് നമുക്ക് പറയാം. കാരണം നിങ്ങൾ UPയിൽ നിന്ന് മാറിയിട്ട് ഹൈസ്കൂളിലേക്ക് പോകുന്ന ഒരു ടൈമാണ് ക്ലാസ് 8 എന്ന് പറയുമ്പോൾ. സോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ 8th 9th സ്റ്റുഡൻസ് വരുത്തുന്ന കോമൺ ആയിട്ടുള്ള ചില മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്നും ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 8 എന്തുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നു, നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്നുള്ളതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ 10th ക്ലാസ്സിലെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ്. അങ്ങനെ നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ അവിടേക്കുള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ലേക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 8th ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ അത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മൾ സയൻസ്, മാത്സ് പോലുള്ള സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന കാര്യങ്ങൾ പോലെയല്ല, കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പഠന രീതികളിലും അതേപോലെയുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 8th ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ പുതിയ ഹാബിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ പഠനത്തിൽ ഉണ്ടാക്കുന്ന പുതിയ ശീലങ്ങൾ നിങ്ങൾക്ക് 9ലും 10ലൊക്കെ കുറേ A+ വാങ്ങിക്കാനൊക്കെ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കുറച്ചൊന്ന് എഫേർട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റും. സോ നമ്മളിപ്പോൾ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട, നിങ്ങൾ ആദ്യം മൈൻഡിൽ വെക്കേണ്ട 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സ്റ്റഡി ഡെയിലി എന്നുള്ള ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡെയിലി പഠിക്കുക എന്നുള്ള ഒരു ഹാബിറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് എക്സാംസിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഡെയിലി അന്നന്ന് സ്കൂളിൽ എടുത്ത കാര്യങ്ങൾ അന്നന്ന് തന്നെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് പഠിച്ചു നോക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ടൈം മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കളിക്കാനും അതേപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്സിനും എൻജോയ്മെൻറ്റ്സിനൊക്കെ സമയം വേണം. ഓക്കെ, അതുകൂടെ വേണം. കാരണം നിങ്ങൾ അതിനനുസരിച്ചുള്ള ടൈം നിങ്ങൾ കണ്ടെത്തണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് വേണം, പഠിക്കാനുള്ള സമയം ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കണം. സോ അതിനനുസരിച്ച് നിങ്ങൾ ടൈം മാനേജ് ചെയ്യുക. നിങ്ങളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതിയാവും. ഓക്കെ, അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേ അറ്റൻഷൻ. നിങ്ങൾ ക്ലാസ്സിൽ നല്ലപോലെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പഠിക്കുന്ന കാര്യങ്ങളുടെ പകുതി കാര്യങ്ങൾ 50% കാര്യങ്ങളും നിങ്ങൾ എവിടെ പഠിക്കും, ക്ലാസ് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് പകുതി കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ കിട്ടും. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്ത് ഡൗട്ട്സ് വരാമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ തന്നെ ചോദിക്കണം. ക്ലാസ്സിലല്ല, ഇനി വീട്ടിൽ നിന്നാണെങ്കിലും എന്ത് ചെയ്യുക, ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക. നല്ല ഡൗട്ട്സ് ചോദിക്കുന്ന കുട്ടികൾ എന്താണ്, മികച്ച സ്റ്റുഡൻസ് ആണ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നോട്ട് മേക്കിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് നോട്ട്സ് കീപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഗൈഡോ അല്ലെങ്കിൽ റെഫറൻസ് ബുക്കുകളോ നോക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് എന്താണ്, നമ്മൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയ നോട്ട് ബുക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതേപോലെ നോട്ട് മേക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മൈൻഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. സോ നോട്ട് മേക്കിംഗ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നിങ്ങൾ എക്സാംസിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നോട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. റിവിഷൻ ആണ് അടുത്തൊരു പോയിന്റ് പറയുന്നത്. സോ റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിപ്പോൾ ഒരു വീക്കിൽ എടുത്ത എല്ലാ ചാപ്റ്റേഴ്സും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിങ്കൾ മുതൽ വെള്ളി വരെ എടുത്ത ചാപ്റ്റേഴ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ശനി ഞായർ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, അല്ലേ, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ആ ഒരു വീക്കിൽ എന്തൊക്കെ എടുത്തു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എക്സാംസിലേക്ക് അടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ സ്റ്റുഡൻസ് വരുത്തുന്ന ചില മിസ്റ്റേക്സ് ആണ്, അല്ലേ, കുട്ടികൾക്ക് വരുത്തുന്ന ചില കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നിങ്ങൾ നോക്കുക, ഇവിടെ 3 മേജർ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഓവർ കോൺഫിഡൻസ് ആണ്. ഇതുവരെ നമ്മൾ പഠിച്ചു വന്നു, 7th ക്ലാസ്സിൽ വരെ പഠിച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും 7th ക്ലാസ്സിലേക്ക് എനിക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ, ഫുൾ മാർക്ക് ഉണ്ടല്ലോ, 90% ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ ആ ഒരു തോന്നലും കൊണ്ട് നിങ്ങൾ 8th ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന്. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കുറച്ചുകൂടെ എഫേർട്സ് ഇടേണ്ടതുണ്ട്. ഓക്കെ, ഇതുവരെ പഠിച്ച രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പഠിക്കണം. കുറച്ചുകൂടി എഫേർട്സ് ഇട്ടുകൊണ്ട് പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓവർ കോൺഫിഡൻസ് നിങ്ങൾക്ക് പാടില്ല. ഓവർ കോൺഫിഡൻസ് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ വർക്ക് ചെയ്താലേ എനിക്ക്
ആ ഒരു മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ ഗ്രേഡ് എനിക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി. പലരും എന്ത് ചെയ്യും, എക്സാമിൻ്റെ തലേന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കും. അപ്പോൾ എക്സാമിൻ്റെ തലേന്നത്തേക്ക് മാറ്റി വെച്ചാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 8ലേക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ സിലബസ് ഉണ്ടാവും, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അങ്ങനെ പഠിക്കാനുണ്ടാവുമ്പോൾ ആ പരീക്ഷയുടെ തലേന്ന് പഠിക്കുക എന്ന് വെക്കുമ്പോൾ അവിടെ നിങ്ങൾ പഠിച്ചാൽ തീരില്ല എന്ന് മാത്രമല്ല, എക്സാമിന് പോകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മറന്നു പോകാനും ചാൻസ് ഉണ്ട്. സോ ആ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിയും ഒഴിവാക്കുക, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. ഏറ്റവും വലിയ വില്ലൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ മൊബൈൽ ഡിസ്ട്രാക്ഷൻ ആണെന്ന് പറയും. കാരണം നമ്മൾ മൊബൈൽ എടുത്തുകൊണ്ട് റീൽസ് കാണുന്നു, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നതൊക്കെ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ മൊബൈൽ യൂസ് ചെയ്യാൻ നിന്നാൽ പിന്നെ നമ്മളുടെ കോൺസെൻട്രേഷൻ മുഴുവനും ഫോണിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കുക. യെസ്. പിന്നെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് വരുന്ന നിങ്ങളെല്ലാവരും പഠിക്കുന്ന കാര്യത്തിൽ വരുത്തുന്ന ഒരു കാര്യമാണ് എന്ത്, ഇഗ്നോറിങ് വീക്ക് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീക്കായിട്ടുള്ള സബ്ജക്ട്സ് ചിലപ്പോൾ നിങ്ങൾ അയ്യോ അത് ഹാർഡാണല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് മാറ്റി വെക്കും. അത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ സ്കോർ വരുമ്പോൾ അവിടെ പെർസെൻറ്റേജ് താഴേക്ക് പോകും. ഓക്കെ, അത് മനസ്സിലാക്കുക. നിങ്ങൾ വീക്ക് സബ്ജക്ട്സ് നിങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ നിങ്ങൾ കുറച്ചുകൂടെ സമയം കണ്ടെത്തിയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സമയം അതിൽ വർക്ക് ചെയ്യുമ്പോൾ അത് ഒന്നുകൂടെ ഈസി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ലാസ്റ്റത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മഗ്ഗിങ് അപ്പ്. അതായത് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് പഠിക്കുക. ജസ്റ്റ് എല്ലാം ഇങ്ങനെ വായിച്ച് കാണാപ്പാഠം പഠിച്ചു. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ പോയിട്ട് നിങ്ങൾ അത് എഴുതാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വേർഡൊക്കെ നിങ്ങൾക്ക് മിസ്സായി പോയാൽ എന്ത് സംഭവിക്കും, ഫുള്ളായിട്ട് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നിങ്ങൾ ഫുള്ള് കാണാപ്പാഠം പഠിക്കാതെ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട സബ്ജക്ട്സ് ആണെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. മാത്സ് ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഓരോ സബ്ജക്റ്റും അതിനാവശ്യമായ രീതിയിൽ നിങ്ങൾ പഠിത്തം നടത്തുക. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ മിസ്റ്റേക്സ്, അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ എന്താ വെച്ചാൽ സ്റ്റാർട്ട് ടുഡേ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് നിങ്ങൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളുടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴാണോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. അന്ന് തന്നെ എടുത്ത കാര്യങ്ങൾ അന്ന് തന്നെ പോയിട്ട് വായിച്ചു നോക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ദിവസമല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ അതങ്ങനെ നീണ്ടു പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ദിവസം തന്നെ നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ കീപ് മൊബൈൽസ് അവേ. നിങ്ങളുടെ മൊബൈൽ ഫോൺസും കാര്യങ്ങളൊക്കെ, ഗെയിംസും കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ എവിടെയും ഉണ്ടാവരുത്. ആ മൊബൈൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്പുറത്തെ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ കയ്യിലോ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. പിന്നെ ഉള്ളത് ആസ്ക് ക്വസ്റ്റ്യൻസ്. എപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നാലും അത് നിങ്ങൾ ചോദിക്കുക. സ്കൂളിൽ നിന്ന് ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. വീട്ടിൽ നിന്ന് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യാം അല്ലേ. ഇപ്പോൾ നമ്മുടെ എക്സ് ആൻഡ് വൈയിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഇവിടെ എന്തുണ്ട്, 24/7 ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ആ ഒരു പഠിത്തം മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഓരോരുത്തർക്കും നല്ല അപാരമായ കഴിവുകളുണ്ട്, അടിപൊളി കഴിവുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ 7ാം ക്ലാസ് വരെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഇനി വിഷയമല്ല. നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അടിപൊളി ഒരു ഗംഭീര ഒരു തുടക്കം നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ 8ലേക്ക് പോകുമ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾ നല്ല മാർക്സ് ഒക്കെ വാങ്ങിയിട്ട് നിങ്ങളുടെ പാരൻസിനെയും ടീച്ചേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുക, പ്രൗഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ആസ് എ ബ്രദർ എൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് പുതിയൊരു ഇയറിലേക്ക് പോകുമ്പോൾ ഞാൻ നേരാണ്. ഓൾ ദ വെരി ബെസ്റ്റ്.